ഫിക്സഡ് റേഞ്ച് വോള്യൂം പ്രൊഫൈൽ. ഇതൊരു സ്ട്രാറ്റജി ഒന്നുമല്ല, പക്ഷേ വോള്യത്തിൻ്റെ വോള്യം ബിഹേവിയർ പഠിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫിക്സഡ് റേഞ്ച് വോള്യൂം പ്രൊഫൈൽ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ഫിക്സഡ് റേഞ്ച് വോള്യൂം പ്രൊഫൈൽ വരയ്ക്കണം അല്ലെങ്കിൽ എവിടെ ആക്സസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൽ നിങ്ങൾക്ക് ഈ ടൂൾ അവൈലബിൾ ആണ്, ഫിക്സഡ് റേഞ്ച് വോള്യൂം പ്രൊഫൈൽ. സോ എന്താണ് ഫിക്സഡ് റേഞ്ച് വോള്യൂം പ്രൊഫൈൽ? വോള്യൂം പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ വോള്യൂം അനലൈസ് ചെയ്യാം വോള്യൂം പ്രൊഫൈൽ ടൂൾ വെച്ചിട്ട്. ഒന്ന് സെഷൻ വോള്യൂം പ്രൊഫൈലും ഉണ്ട്, അതുപോലെ ഈ ഫിക്സഡ് റേഞ്ച് വോള്യൂം പ്രൊഫൈലുണ്ട്. സെഷൻ വോള്യൂം പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻറ്റയർ സെഷനിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന വോള്യത്തിൻ്റെ പ്രൊഫൈൽസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആ വോള്യം, ഒരു സെഷൻ കംപ്ലീറ്റ്ലി ഉള്ള വോള്യത്തിൻ്റെ ബിഹേവിയർ ആയിരിക്കും സെഷൻ വോള്യൂം പ്രൊഫൈലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ആൻഡ് ഫിക്സഡ് റേഞ്ച് വോള്യൂം പ്രൊഫൈലിലൂടെ നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് മുതൽ ഏത് വരെയാണ്, അല്ലെങ്കിൽ ഏത് ടൈം മുതൽ ഏത് ടൈം വരെയാണ് ഉള്ള വോള്യമാണ് എനിക്ക് അറിയേണ്ടത്, എനിക്ക് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ള റേഞ്ച് ഫിക്സ് ചെയ്തിട്ട് ആ റേഞ്ചിലുള്ള വോള്യം നമുക്ക് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ വോള്യം ബിഹേവിയർ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. സോ അതിന് യൂസ് ചെയ്യുന്നത് ഫിക്സഡ് റേഞ്ച് വോള്യൂം പ്രൊഫൈൽ. ആൻഡ് ഈ ഒരു വീഡിയോയിലും ഫിക്സഡ് റേഞ്ച് വോള്യൂം പ്രൊഫൈലായിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ചാർട്ടിൻ്റെ ഈ ഒരു വിഷ്വലി നിങ്ങളിപ്പോൾ ഈ കാണുന്നൊരു ടൈം ഫ്രെയിമിൻ്റെ ഈ ഒരു റേഞ്ചിലുള്ള വോള്യൂം പ്രൊഫൈൽ ഞാൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ, ഞാൻ എവിടെ മുതലാണോ എനിക്ക് അനലൈസ് ചെയ്യേണ്ടത് അത് മുതൽ ഒരു എൻഡ് വരെ ഞാൻ സെലക്ട് ചെയ്താൽ എനിക്കൊരു ഒരു ഹിസ്റ്റോഗ്രാം കൈൻഡ് ഓഫ് ചാർട്ട് കിട്ടും. ഇതാണ് വോള്യൂം പ്രൊഫൈൽ. ഇവിടെ കുറച്ച് ഡാറ്റാസ് നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് വോള്യൂം ബാർസ് അല്ലാതെ അവിടെ കുറച്ച് ലൈൻസും അതുപോലെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. ഞാൻ ജസ്റ്റ് നെയിമുകൾ പറയുകയാണ്, ആൻഡ് അതിനുശേഷം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന ടോപ്പിലുള്ള ഈ ഒരു ലൈൻ വാല്യൂ ഏരിയ ഹൈ എന്ന് പറയും. ആൻഡ് ഓൾസോ ഏറ്റവും ലോയിലുള്ളത് വാല്യൂ ഏരിയ ലോ, വിച്ച് മീൻസ് ഈ ഒരു ഏരിയ ആണ്, ഈ ഒരു ടോപ്പ് മുതൽ ഈ ഒരു ബോട്ടം വരെയുള്ള ഈ ഏരിയ ആണ് വാല്യൂ ഏരിയ എന്ന് പറയാം. ആൻഡ് സെൻട്രൽ ഒരു ലൈൻ കാണാം, ഇതാണ് POC എന്ന് വെച്ചാൽ പോയിന്റ് ഓഫ് കൺട്രോൾ. ആൻഡ് വലിയ ബാർസ് ഉള്ള ഏരിയാസ് കാണാം. അതിനർത്ഥം ഈ ഒരു ഏരിയയിൽ എന്ന് വെച്ചാൽ ഇത് കണ്ടില്ല, ഇവിടെ വലുതായിട്ടുള്ളൊരു ഹിസ്റ്റോഗ്രാം വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ വോള്യൂം കൂടുതലായിരുന്നു, ഹൈ വോള്യൂം നോഡ് എന്ന് പറയും. ആൻഡ് ഓൾസോ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ വോള്യൂം കുറവാണ്, ലോ വോള്യൂം നോഡ്. ആൻഡ് ഇവിടെ എല്ലാം വോള്യൂം വളരെ കുറവാണ്, ലോ വോള്യൂം നോഡ്. ഇവിടെയും കുറവാണ്, ലോ വോള്യൂം നോഡ്. ആൻഡ് വോള്യൂം കുറവുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഹിസ്റ്റോഗ്രാംസ് ഒന്നും കാണിക്കാത്ത ഏരിയ ലോ വോള്യൂം നോഡും, അതുപോലെ വലിയ ഹിസ്റ്റോഗ്രാംസ് ഉള്ള വോള്യൂം അക്യുമുലേഷൻ കൂടുതലുള്ള ഏരിയ ഹൈ വോള്യൂം സോൺസ് ആയിട്ട്, ഹൈ വോള്യൂം നോഡായിട്ടും നമ്മൾ പറയും. ആൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ഒരു ലൈന് കാണാം, വാല്യൂ ഏരിയയ്ക്ക് അകത്ത് ഒരു ലൈന് കാണാം. ദാറ്റ് ലൈൻ പോയിന്റ് ഓഫ് കൺട്രോൾ. ഈ ഒരു ലൈനാണ് ദ സിംഗിൾ പ്രൈസ് ലെവൽ വിത്ത് ദ ഹയസ്റ്റ് വോള്യൂം ട്രേഡർ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം 1461.50 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഹയസ്റ്റ് വോള്യൂം, ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വോള്യൂം ട്രേഡ് ആയിരിക്കുന്നത്. ഈ ഒരു ഹൈ വോള്യൂം നോഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വോള്യൂം ട്രേഡ് ആയിരിക്കുന്ന ഒരു സിംഗിൾ പ്രൈസ് ലെവലാണ് ഈ ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ എന്നുള്ളത്. ആൻഡ് ഓൾസോ നോക്കാം വാല്യൂ ഏരിയ ഹൈ ആൻഡ് വാല്യൂ ഏരിയ ലോ. ഈ ഒരു ഏരിയ ആണ് വാല്യൂ ഏരിയ ഹൈ ടു വാല്യൂ ഏരിയ ലോ. ഈ ഒരു ഏരിയ ആണ് ടോട്ടൽ ആ ഒരു എൻറ്റയർ സെഷൻ ഞാൻ സെലക്ട് ചെയ്ത ഈ ഒരു ഫിക്സഡ് റേഞ്ചിൽ തന്നെ 70% ഓഫ് ട്രേഡും നടന്നിരിക്കുന്നത്. ലോ വോള്യൂം നോഡ് എന്ന് പറഞ്ഞു. ലോ വോള്യൂം നോഡിൽ വോള്യൂം കുറവാണ് എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ പ്രൈസിനെ സ്റ്റേ ചെയ്യാൻ ഇഷ്ടമല്ല, പ്രൈസ് ഡസൻ ലൈക്ക് സ്റ്റേയിങ് ഹിയർ. ഒന്നില്ലെങ്കിൽ ഈ ഒരു ഏരിയ പ്രൈസ് റിജക്റ്റ് ചെയ്തേക്കാം. ഇതേ കണ്ടില്ലേ, ലോ വോള്യൂം നോഡിലേക്ക് പ്രൈസ് എത്തിയപ്പോൾ പ്രൈസ് റിജക്റ്റ് ചെയ്ത് പോയി. ലൈക്ക് ഇവിടെ പ്രൈസിന് സ്റ്റേ ചെയ്യാൻ ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഹൈ പ്രീമിയം പ്രൈസ് റേഞ്ചായി. ഇവിടെ ഇനിയും അങ്ങോട്ട് വീണ്ടും ബൈ ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല, ബയേഴ്സിന് താല്പര്യമില്ല. സോ പ്രൈസ് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് താഴോട്ട് വന്നു. ആൻഡ് ഓൾസോ അടുത്ത ലോ വോള്യൂം നോഡിലോട്ട് കടന്നപ്പോഴും പ്രൈസ് ഇവിടെ കടക്കാൻ ശ്രമിച്ചപ്പോൾ റിജക്റ്റ് ആയി. ആൻഡ് ഈ ഒരു ലോ വോള്യൂംസോടെ എത്തിയപ്പോൾ വീണ്ടും റിജക്റ്റ് ആയി തുടങ്ങി. ആൻഡ് ഇവിടെ നിന്ന് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കി, റിജക്റ്റ് ആയി. ആൻഡ് വീണ്ടും താഴോട്ട് വന്ന് ലോ വോള്യൂം നോഡിലേക്ക് ബ്രേക്ക് ചെയ്ത് കടന്നു. ബട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പ്രൈസ് തയ്യാറായിരുന്നില്ല, വീണ്ടും റിജക്റ്റ് ചെയ്ത് മേലോട്ട് പോയി. സോ ലോ വോള്യൂം നോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ചെയ്ത് റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതുപോലെ വളരെ വേഗമായിട്ട് പ്രൈസ് പാസ് ചെയ്ത് പോയേക്കാം. ലോ വോള്യൂം നോഡ് പാസ് ചെയ്ത് പോയേക്കാം. എന്തിനാണെങ്കിലും ലോ വോള്യൂം നോഡ്സിൽ പ്രൈസിനെ സ്റ്റേ ചെയ്യാൻ ഇഷ്ടമല്ല.
ഒന്നില്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ബ്രേക്ക് ചെയ്ത് പോകും, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പ്രൈസ് പോകും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് പോകും ലോ വോളിയം നോഡ്. ആൻഡ് ഹൈ വോളിയം നോഡിലായിരിക്കും വോളിയം കൂടുതലുള്ളത്, പ്രൈസ് കൂടുതലും അക്യുമുലേറ്റ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഹൈ വോളിയം നോട്ട്സ് ആയിരിക്കും. ആൻഡ് ഓൾസോ വാല്യൂ ഏരിയക്കകത്തായിരിക്കും 70% ഓഫ് ട്രേഡിംഗ് വോളിയവും ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ആ ഒരു വാല്യൂ ഏരിയയിൽ തന്നെ ഒരു സിംഗിൾ പ്രൈസ് ലെവലിൽ ഹയസ്റ്റ് വോളിയം ആക്ട് ചെയ്തിരിക്കുന്ന ലെവലായിരിക്കും പോയിന്റ് ഓഫ് കൺട്രോൾ എന്നത്. അതുപോലെ നോക്കാം, ഒരു ഹൈ വോളിയം നോഡിൽ പ്രൈസ് ഈ ഒരു ഏരിയയിൽ പ്രൈസ് സൈഡ് വൈസ് ആയിട്ട് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടു, അക്യുമുലേഷൻ നടന്നിട്ടുണ്ട്. വളരെ വളരെ ബ്രോഡായിട്ട് അല്ലെങ്കിൽ വളരെ വേഗമായിട്ട് മാർക്കറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒരു സൈഡ് വൈസ് പ്രൈസ് ആക്ഷൻ മാത്രമാണ്. ബട്ട് നോ, ഈ ഒരു ഏരിയയിൽ പോയിന്റ് ഓഫ് കൺട്രോൾ കൂടി ഉണ്ട്, വിച്ച് മീൻസ് ഈ ഒരു ഏരിയയിൽ ഹയസ്റ്റ് വോളിയം ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൈഡ് വൈസ് മാർക്കറ്റ് അല്ല, സമ്മൺ ആരോ ഈ ഒരു പൊസിഷനിലായിരിക്കും അവരവരുടെ കംപ്ലീറ്റ് ബിഗ് ഓർഡേഴ്സും എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ബിഗ് ഓർഡേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രൈസ് ലെവൽ മുതൽ ഈ ഒരു പ്രൈസ് ലെവൽ വരെ ഈ ഒരു സൈഡ് വൈസ് മാർക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ചാർട്ടിൻ്റെ അനാലിസിസ് പറയുകയാണെങ്കിൽ ഈ ഒരു സൈഡ് വൈസിൽ അവരുടെ സെൽ ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തു. ആൻഡ് ഫില്ല് ചെയ്ത് ഓക്കെ എന്ന് അവരുടെ കംപ്ലീറ്റ് ഓർഡർ ഫില്ലായതിനു ശേഷം ദേ ലെറ്റ് ദ പ്രൈസ് ടു മൂവ് ഡൗൺ, പ്രൈസ് ഡൗണിലോട്ട് മൂവ് ചെയ്തു. ആൻഡ് അടുത്ത ലോ വോളിയം ഏരിയ എത്തിയപ്പോൾ, ലോ വോളിയം എത്തിയപ്പോൾ അവർ സെൽ ഓഫ് ചെയ്തു. അവർ മീൻസ് ഓപ്പോസിറ്റ് ട്രേഡ്, ഇവിടുത്തെ ലിക്വിഡിറ്റി ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തു, വിച്ച് മീൻസ് ഇവിടെ നിന്ന് പ്രൈസ് റിജക്റ്റ് ആയി ആൻഡ് അഗെയിൻ ഗോയിങ് അപ്പ്. സോ ഇതൊരു സൈഡ് വൈസ് മാർക്കറ്റ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് വോളിയം ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു സൈഡ് വൈസിലാണ് എന്ന് തോന്നുമെങ്കിൽ അല്ല. ഈ ഒരു സൈഡ് വൈസിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ലാർജ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തുകൊണ്ട് മറ്റാർക്കും അറിയാതെ ഹൈഡ് ചെയ്ത് അവരുടെ കംപ്ലീറ്റ് വോളിയം ട്രേഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് എപ്പോഴും പ്രൈസിനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രൈസ് താഴോട്ട് വന്നപ്പോൾ ഓക്കെ ദിസ് ഈസ് എ ലോ ഏരിയ, 1452 എന്നുള്ളൊരു ലോ പ്രൈസാണ്, സോ ഞാൻ ബൈ ചെയ്യാം. റീറ്റെയിൽ ട്രേഡേഴ്സ് ബൈ ചെയ്യായിരിക്കും. ആൻഡ് എപ്പോഴും പ്രൈസിനായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ബട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്നത് വോളിയത്തെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന പോലെ ലോ വോളിയം നോഡിലെത്തുമ്പോൾ അവരുടെ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്ത് ട്രേഡ് കംപ്ലീറ്റ് ആക്കാനും, എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി കൺസ്യൂം ചെയ്യാനും. ആൻഡ് ഹൈ വോളിയം നോട്ട്സിലെല്ലാം അവർ അക്യുമുലേറ്റ് ചെയ്ത് കംപ്ലീറ്റ് പൊസിഷൻ, വോളിയം കൂടുതലുള്ളവിടെ അവരവരുടെ പൊസിഷൻ എല്ലാം ഫില്ല് ചെയ്യാനും അവരാഗ്രഹിക്കുന്നു. അവർ വോളിയമാണ് ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ഫോളോ ചെയ്യുന്നത് പ്രൈസ് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഫോളോ ചെയ്യുന്നത് വോളിയമാണ്. അക്യുമുലേഷൻ നടന്നിരിക്കുന്നത്, അക്യുമുലേഷന് ശേഷം പ്രൈസ് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, ആ അക്യുമുലേഷനിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെഷനിൽ പ്രൈസ് അപ്ലോട്ട് പോകാൻ നോക്കിയെങ്കിലും അവിടെ വോളിയം ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മീൻസ് വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ട് തന്നെ വേറെ അടുത്ത ട്രേഡൊന്നുമില്ല. ആൻഡ് ഓൾസോ ദിസ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് പ്രീമിയം സോണാണ്. സോ പ്രൈസ് താഴോട്ട് വന്നു. ആൻഡ് ഓൾസോ അടുത്ത ലോ വോളിയനോട് എത്തിയപ്പോൾ പ്രൈസ് റിജക്റ്റ് ചെയ്തു, ദെൻ ഗോൺ അപ്പ്. ആൻഡ് ഹയസ്റ്റ് വോളിയം ട്രേഡ് ചെയ്തിരിക്കുന്ന വാല്യൂ ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ പൊസിഷൻസ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പൊസിഷൻ, സെല്ലിംഗ് പൊസിഷൻ ഫില്ല് ചെയ്തു. ആൻഡ് ആഫ്റ്റർ എല്ലാ ഓർഡേഴ്സും ഫില്ല് ചെയ്ത ശേഷം വീണ്ടും ലോ വോളിയം സോൺ റിജക്റ്റ് ചെയ്യപ്പെട്ടു. അടുത്ത ലോ വോളിയം സോണിലേക്ക് പോയി അവരുടെ ട്രേഡ് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഒരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബട്ട് വാല്യൂ ഏരിയ ഹൈ വെച്ചിട്ടും ലോ വോളിയം നോഡ് വെച്ചിട്ടും ഹൈ വോളിയം നോഡ് വെച്ചിട്ടും POC ബേസ് ചെയ്തിട്ടും വാല്യൂ ഏരിയ ലോ ബേസ് ചെയ്തിട്ടും ട്രേഡ് നിങ്ങൾക്ക് എടുക്കാം. ബട്ട് യു ഹാവ് ടു ഫൈൻഡ് എങ്ങനെയാണ് ഞാൻ ട്രേഡ് അതിനനുസരിച്ച് അലൈൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തരാൻ ആഗ്രഹിക്കുന്നത്, ഒന്നും പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഒരു ടീച്ചിങ് ആയിട്ടും ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നില്ല. സോ ഈ ഒരു ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലിലൂടെ ഒരു ഫിക്സഡ് റേഞ്ചിലുള്ള വോളിയം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു വോളിയത്തിൽ തന്നെ എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ചെയ്തിരിക്കുന്നത്, വിച്ച് മീൻസ് പോയിന്റ് ഓഫ് കൺട്രോൾ എവിടെയാണ്, ഏത് ഏരിയയിലാണ് കൂടുതൽ ട്രേഡിങ്, ആ ഒരു സെഷനിൽ കൂടുതൽ ട്രേഡ് നടക്കുന്നത്, വിച്ച് മീൻസ് ആ ഒരു വാല്യൂ ഏരിയ എവിടെയാണ് പ്രൈസ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. റിജക്റ്റ് ചെയ്യാൻ കാരണം എന്താ, വോളിയം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ലോ വോളിയം നോട്ട്സ് എവിടേക്കാണ് ആൻഡ് കൂടുതൽ വോളിയം അക്യുമുലേറ്റ് ചെയ്യപ്പെട്ട ഹൈ വോളിയം നോഡ് എവിടെയാണ് എന്നുള്ള ഡാറ്റ കിട്ടും. വിച്ച് മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ
ക്ലിയർ ആയിട്ടുള്ള അവർ എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് കിട്ടും. ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് ഏരിയയിൽ എൻ്റർ ചെയ്തു, ഏത് ഏരിയയിൽ അവർ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെട്ട വോളിയം എവിടെയാണ്, ഏറ്റവും പ്രൈസ് റേഞ്ച് എവിടെയാണ്, ഫെയറസ്റ്റ് പ്രൈസ് എവിടെയാണ്. വിച്ച് മീൻസ് POC എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബയേഴ്സിനും സെല്ലേഴ്സിനും ഓക്കെ ദിസ് പ്രൈസ് റേഞ്ച്, POCയിലുള്ള ഈ ഒരു പ്രൈസ് റേഞ്ച് വളരെ ഫെയർ ആയിട്ടുള്ള പ്രൈസാണ്. ഈ ഒരു എൻ്റയർ സെഷനിലും ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫെയർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഓഫ് കൺട്രോളിലുള്ള പ്രൈസ് ലെവലായിരിക്കും. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കംപ്ലീറ്റ് ഫുട് പ്രിൻറ്റും നമുക്ക് വോളിയം ബിഹേവിയറിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇത് വൺ ഓഫ് ദ ടൂളാണ് ടു അനലൈസ് ദ വോളിയം.